ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈസി കിച്ചൺ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ ഒരു പാൽക്കോവ ഓർമ്മയുണ്ടോ? നല്ല ടേസ്റ്റാണ് ഇതിന്. ഇപ്പം ഇത് കടയിൽ കിട്ടാറുണ്ടോ എന്ന് അറിയില്ല. ഇന്ന് നമുക്ക് ഈ ഒരു പാൽക്കോവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചു വെക്കാം. മിക്സിയുടെ ജാറിലേക്ക് അരക്കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടി, ടോട്ടല് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് നല്ല ഫൈനായിട്ട് പൊടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 കപ്പ് നെയ്യും 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെയ്യ് മാത്രം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദയും കൂടി ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഇത് കുറച്ച് കട്ടിയിലായിരിക്കും ഉണ്ടാവുന്നത്. കുറച്ചു നേരം ഇളക്കി കഴിയുമ്പം ഇത് ലൂസായിട്ട് വരും. അതുവരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 1/2 മിനിറ്റ് നേരം ഇതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. മൈദ ഇപ്പം നല്ലപോലെ ലൂസായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിന്റെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇതിലുള്ളത്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാൽപ്പേടയ്ക്ക് മിൽക്ക് പേടയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതുകൊണ്ട് പാൽപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച പഞ്ചസാര മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം കൈ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുഴച്ചെടുക്കാൻ പറ്റും. അധികം ബലം പ്രയോഗിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇത് ഞാനിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കയ്യിലെടുത്തൊന്ന് ഉരുട്ടിയെടുക്കുമ്പം ഇതുപോലെ ഉരുട്ടാൻ പറ്റണം. ആ ഒരു പരുവത്തിലാണ് കേട്ടോ ഇത് കിട്ടേണ്ടത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ ഈ ഒരു ട്രേയിലാണ് ഇത് സെറ്റ് ചെയ്യാൻ വെക്കുന്നുള്ളത്. ഇതിലേക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള തിക്നെസ്സിൽ കൈ ഉപയോഗിച്ച് തന്നെ ഇതൊന്ന് പരത്തിയെടുക്കാം. നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് പരത്തിയെടുക്കാൻ വേണ്ടി പറ്റും. പരത്തിയതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ബദാം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഇഷ്ടമാണെങ്കിൽ വെച്ചു കൊടുത്താൽ മതിയാവും. സാധാരണ കടയിൽ കിട്ടുന്ന പാൽക്കോവയിൽ ഇതൊന്നും ഉണ്ടാവാറില്ല. ഇനി ഇത് സെറ്റായി കിട്ടാൻ വേണ്ടി കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കണം. പെട്ടെന്ന് തന്നെ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ചു കൊടുക്കാം. ഞാനിപ്പം ഫ്രീസറിലാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നുള്ളത്. 1/2 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പം അധികം ബലം പ്രയോഗിച്ച് കട്ട് ചെയ്യേണ്ട, സൂക്ഷിച്ച് കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. ഞാനിതിപ്പം ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ പാൽക്കോവ ഉണ്ടാവുന്നതിനേക്കാളും കുറച്ച് കനം കുറവാണ് ഇതിനേ ഉള്ളൂ. ടേസ്റ്റൊക്കെ അതേപോലെ തന്നെയാണ്. മിൽക്ക് പേടയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് വരുന്നത്. ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു പാൽക്കോവയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.